ചാരേ പാർട്ട് 36. വൈഷ്ണവി ആരവിനെ കാത്ത് ഒരുപാട് നേരം വാതിലേക്ക് നോക്കിയിരുന്നു. നേരം 12 മണിയായി. പാതിരാത്രി ആയിട്ടും വന്നിട്ടില്ല. ഇത്ര വലിയ ബിസിനസ്മാന് വന്നിരിക്കുന്നു. ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ വാതിൽ മുട്ടുന്നത്. വൈഷ്ണവി പോയി വാതിൽ തുറക്കുമ്പോൾ മുമ്പിൽ ഇളിച്ചോണ്ട് ആരവ് നിൽപ്പുണ്ട്. ഓ, ഇപ്പോയെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. അവനെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞതും, ഓഫീസിൽ ഓരോ ജോലി ഉള്ളത് കൊണ്ടല്ലേ. അവളുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവന്റെ കൈ തട്ടി മാറ്റി. ഓ, വലിയൊരു ബിസിനസ്മാന് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് പ്രാന്താണോ? നിങ്ങളുടെ ഓഫീസാണോ? അല്ല. എന്നാൽ നിങ്ങളുടെ വീടാണോ? അല്ല. നിങ്ങളുടെ വീട്ടുകാരാണോ? അതുമല്ല. എന്നിട്ട് അവർക്ക് വേണ്ടി പട്ടി പണിയെടുക്കുന്നു. വൈഷ്ണവി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ബെഡിലിരുന്നു. ഏയ്, അങ്ങനെയല്ല. അതും പറഞ്ഞുകൊണ്ട് ആരവ് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിയതും, എങ്ങനെയല്ലെന്ന് എനിക്കൊന്നും കേൾക്കണ്ട. നമുക്ക് ഇവിടെ നിന്നും പോകാം. എന്തിനാ നിങ്ങളുടെ അല്ലാതെ എപ്പോൾ ഇറക്കി വിടുമെന്നറിയാത്ത ഒരു വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്നത്? അന്ന് എൻ്റെ വീട്ടിൽ പോകുന്ന അന്ന് പറഞ്ഞതല്ലേ ഇങ്ങോട്ട് ഇനി വരണ്ടെന്ന്. ആ, നിങ്ങൾ വാ. തെരുവിൽ പാനിപ്പൂരി വിട്ടിട്ടാണെങ്കിലും ഞാൻ നോക്കാം. അതിലും ഒരു അന്തസ്സുണ്ട്. ആരവ് അതെല്ലാം കേട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി ടവലെടുത്തു. ഹോ, ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഡ്രസ്സിംഗ് റൂമിലേക്ക് പാളി നോക്കിക്കൊണ്ട് ഉറക്കെ പറഞ്ഞതും, എൻ്റെ ഭാര്യ എങ്ങനെ ചൂടാവാതെ? ഞാൻ ചൂടാവുന്നതാണോ പ്രശ്നം? ഞാൻ പറയുന്നതിന് മറുപടി താ ആദ്യം. തരാം, എല്ലാത്തിനും മറുപടി തരാം. ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി വരാം. അവൻ അതും പറഞ്ഞ് ബാത്റൂമിലേക്ക് പോയതും വൈഷ്ണവി അതിന് മുഖം വീർപ്പിച്ചു നോക്കി അവിടെ ഇരുന്നു. ആരവ് കുളി കഴിഞ്ഞ് ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരുവോളം വൈഷ്ണവി ഒരേ ഇരിപ്പാണ്. ഷെടാ, എൻ്റെ ഭാര്യ ഇപ്പോഴും ഒരേ ഇരിപ്പാണല്ലോ. എനിക്ക് ഭക്ഷണം താ എൻ്റെ ഭാര്യയെ. വിശന്നു വന്ന ഭർത്താവിന് ഭക്ഷണം എല്ലാ ഭാര്യമാരും തരണം. അത് കേട്ടതും അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അവൾ ഭക്ഷണം അവന് വിളമ്പി നൽകി. കൂടെ അവൾക്കൊരു പാത്രം എടുക്കാൻ നിന്നതും ആരവ് പെട്ടെന്ന് അവളെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ മടിയിലിരുത്തി. ഇന്ന് ഞാൻ തരാം ഭക്ഷണം. ആദ്യം അവളൊന്ന് ഞെട്ടിയെങ്കിലും അവളുടെ മുഖത്ത് ഒരു ഇളം പുഞ്ചിരി വിരിഞ്ഞതു. പക്ഷേ അവളത് മറച്ചു വെച്ചുകൊണ്ട്, ആ, എന്നെ സോപ്പിടാനാണോ? സോപ്പോ പതയോ എന്തെങ്കിലും ആവട്ടെ, ഇത് കഴിക്ക്. അവൾക്ക് നേരെ ഭക്ഷണം നീട്ടിയതും അവളൊരു പുഞ്ചിരിയോടെ അത് കഴിച്ചു. എന്നിട്ട് അവളും അവന് ഭക്ഷണം നൽകി. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് വൈഷ്ണവിയും ആരവും കൈ കഴുകി ബെഡിൽ വന്നിരുന്നു. ബെഡിലിരിക്കുന്ന ആരവിൻ്റെ മടിയിൽ തല വെച്ച് കിടന്നുകൊണ്ട്, ഞാൻ ഇന്ന് ഏട്ടനെ വിളിച്ചിരുന്നു. ഏട്ടനോട് അമ്മയെക്കുറിച്ചുള്ള വിവരം ചോദിച്ചു. അമ്മ എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ. അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. ആ മെസ്സേജ് കണ്ടതും ഇവൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ അത് സൂക്ഷ്മമായി വായിക്കുകയാണ് അവൻ. അവൾ പറയുന്നതിൻ്റെ ഇടയിൽ ആരവിനെ നോക്കുമ്പോൾ അവൻ ഫോണിൽ നോക്കുകയാണ്. അത് കണ്ടതും അവൾ ദേഷ്യത്തിൽ എണീറ്റ് ആ ഫോൺ പിടിച്ചു വാങ്ങി. നീ എന്ത് ചെയ്യുന്നേ? അവൻ ഒരു ഞെട്ടലോടെ ചോദിച്ചതും, ഞാൻ ചെയ്യുന്നതാണോ പ്രശ്നം? ഞാനിവിടെ സംസാരിക്കുന്നതൊന്നും കേൾക്കാൻ പോലും വയ്യല്ലേ? വൈഷ്ണവി, നീ ഇങ്ങനെ കുട്ടികളെ പോലെ സംസാരിക്കാതെ. ഓ, എന്നെ നിന്റെ മുമ്പിൽ കുട്ടിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് നീ തന്നെയാണ്. ഞാനും ഒരു മനുഷ്യനാണ്. ഇന്നോളം എന്നെ കേൾക്കാൻ ആരും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്നെ കേട്ട് തുടങ്ങിയതും സ്നേഹിച്ചു തുടങ്ങിയതും നീയാണ്. നീ ഇങ്ങനെ എന്നെ കേൾക്കാതിരിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ഇതാ നിന്റെ ഫോൺ. എനിക്ക് +2 അല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിന്റെ ബിസിനസ് ഒന്നും വായിക്കാൻ എനിക്ക് മനസ്സിലാവില്ലല്ലോ. ബിസിനസ് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കാം. ബിസിനസ് നോക്കിയിരുന്നോ? എന്തിനാ ഇങ്ങനെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നേ? അവസാനം അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് പുതപ്പ് തലവായി മൂടിക്കിടന്നതും അവനെല്ലാം കേട്ട് അങ്ങനെ ഇരുന്നു. പുതച്ചു കിടക്കുന്ന അവളുടെ അരികിലേക്ക് വന്ന് നോക്കിക്കൊണ്ട്, വൈഷ്ണവി വാ, ഞാനൊന്ന് സംസാരിക്കട്ടെ.
ആര്? എനിക്ക് ഉറക്കം വരുന്നുണ്ട് ആര്. നിന്നെ കാത്ത് വെറുതെ എൻ്റെ ഉറക്കം കളഞ്ഞു. ഇനിയെങ്കിലും കുറച്ച് സമാധാനം താ, ഞാനൊന്ന് ഉറങ്ങട്ടെ. പുതപ്പിന്റെ ഉള്ളിൽ നിന്നും മറുപടി പറഞ്ഞ് അവൾ കണ്ണുകൾ അടിച്ചു കിടന്നു. അത് കേട്ടതും ആരും ഒന്നും മിണ്ടിയില്ല. എന്തോ ആലോചിച്ച് അവനും കിടന്നു. വൈഷ്ണവി രാവിലെ ഒരുപാട് വൈകിയാണ് ഉറക്കമുണർന്നത്. ഉറക്കമുണർന്ന് ചുറ്റും നോക്കുമ്പോൾ ആരവ് പോയി എന്ന് അവൾക്ക് മനസ്സിലായി. ഞാൻ എന്തൊക്കെ ഡയലോഗ് അടിച്ചതാ, എന്നിട്ട് കണ്ടോ ഒന്നും മിണ്ടുക പോലും ചെയ്യാതെ പോയിരിക്കുന്നു. വൈഷ്ണവി അതും ആലോചിച്ച് ഒന്ന് ഫ്രഷായി വന്നു. ഭക്ഷണം നോക്കുമ്പോൾ ആരവ് കഴിക്കാതെയാണ് പോയതെന്ന് അവൾക്ക് മനസ്സിലായി. ഓ, ഭക്ഷണവും പുറത്തു നിന്നും ആക്കിയോ? അവൾ ഭക്ഷണം കഴിച്ച് വെറുതെ ഇരിക്കുമ്പോഴാണ് താഴെ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. വൈഷ്ണവി അത് കേട്ട് പതിയെ റൂമിൽ നിന്നും താഴേക്ക് വരുമ്പോൾ അമല ആരോടോ കാര്യമായി തർക്കിച്ചുകൊണ്ട് നിൽപ്പാണ്. കൂട്ടിന് അമ്മായിയും മാലിനിയും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാനാണ് വൈഷ്ണവി, എനിക്ക് തന്നോളൂ. അമല: അതെ, എൻ്റെ മോൻ്റെ ഭാര്യ ഇവളാണ്, ഇവൾക്ക് നൽകൂ. മാലിനി: അല്ല. എന്ത് ധൈര്യത്തില അല്ല അല്ല എന്ന് ഇങ്ങനെ പറയുന്നത്? അമല: അത് കേട്ടുകൊണ്ട് വന്ന വൈഷ്ണവി: അമലേ, നിന്റെ പേര് വീണ്ടും മാറ്റിയോ? എന്നു മുതലാ എൻ്റെ പേര് സ്വീകരിച്ചത്? കൈ കെട്ടി ഗൗരവത്തിൽ നിന്നുകൊണ്ട് വൈഷ്ണവി ചോദിച്ചതും ആ വന്ന പയ്യൻ അവളെ ഒന്ന് നോക്കി. അത് നിഖിലായിരുന്നു. അവൻ സന്തോഷത്തോടെ: വൈഷ്ണവി, നിങ്ങളല്ലേ, ഇത് നിങ്ങൾക്കുള്ള ഗിഫ്റ്റാണ്. സന്തോഷത്തോടെ നിഖിൽ വലിയ ഒരു ഫ്ലവർ കൂട്ടം അവൾക്ക് നേരെ നീട്ടിയതും അത്രയും റോസാപ്പൂവിനെ കണ്ട് വൈഷ്ണവി അത്ഭുതത്തോടെ അത് സ്വീകരിച്ചു. ഇത് ആരാ നൽകിയത്? അതിൽ ഒരു എഴുത്തുണ്ടല്ലോ, വായിച്ചു നോക്കൂ. അവൾ അതിൽ ചുറ്റും നോക്കുമ്പോൾ ഒരു എഴുത്തുണ്ടായിരുന്നു. സോറി എൻ്റെ ഭാര്യയെ, ഈ ഭർത്താവ് കുറച്ച് ബിസിയായി പോയി. ആ പരിഭവമെല്ലാം ഞാൻ പാറ്റിയെടുത്തോളാം. ആ എഴുത്ത് വായിച്ചതും അവൾ പോലും അറിയാതെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. വൈഷ്ണവി ഒരു പുഞ്ചിരിയോടെ നിഖിലിനെയും നോക്കിയതും അവൻ പെട്ടെന്ന് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും കടന്നുപോയി. അവൾ ആ പൂവും പിടിച്ച് മുകളിലേക്ക് കയറി. അത് കണ്ട് അമല ദേഷ്യത്തിൽ നോക്കി നിന്നു. കണ്ടോ, അവൾക്ക് ഗിഫ്റ്റ് നൽകുന്നു. ആരവ്? നീ ഇപ്പോഴും ഒന്നും കാണാത്ത പോലെ നിന്നോ? അമ്മായി, ആ തെരുവ് പെണ്ണിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പുറത്താക്കണം. മാലിനി: നീ ഇങ്ങനെ പറയുക മാത്രമുള്ളൂ, ഒന്നും ചെയ്യില്ല. അതാണ് നിന്റെ പ്രശ്നം. എൻ്റെ മോൾക്ക് വെറുതെ ആശ നൽകി അവളെ നോവിപ്പിച്ചു. അമ്മായി. അത് കേട്ടതും അമലയുടെ മുഖത്ത് സങ്കടം വാരി വിതറി. എനിക്കറിയാം ആൻറ്റിക്ക് എന്നെ ഇഷ്ടമല്ലെന്ന്, പക്ഷേ എന്ത് ചെയ്യാനാ, എനിക്കിതൊന്നും കാണാൻ വയ്യ. ഞാൻ തിരിച്ചു പോകുകയാണ്. അമല: എന്തൊക്കെ മോളെ ഈ പറയുന്നേ? മാലിനി: എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് വേദനിപ്പിച്ചോ? അമ്മായി: ഓ, ഈ തള്ള ഇത് ഓവറാക്കി കുളമാക്കും. അമലാത്മ അതും മനസ്സിൽ വിചാരിച്ച് അവരെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി. അവളെ ഇങ്ങനെ വിട്ടാൽ എൻ്റെ മോനെ എനിക്ക് നഷ്ടമാവും. എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞുതാ. അത് കേട്ടതും അമലയുടെ ഉള്ളിൽ കുരുട്ടുബുദ്ധി തെളിഞ്ഞു വന്നു. തുടരും.